നമസ്കാരം. സർക്കാർ ജീവനക്കാരും അധ്യാപകരും ശ്രദ്ധിക്കുക. TSP ഓൺലൈൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് വഴിയാണ് വിതരണം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുമ്പോൾ ട്രഷറി വഴിയാണ് ശമ്പളവും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നെങ്കിൽ TSP അക്കൗണ്ട് നിർബന്ധവുമാണ്. ഇങ്ങനെ ട്രഷറി ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും പാസ്സാക്കി കഴിയുമ്പോൾ ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ TSP അക്കൗണ്ടിലേക്കാണ് അവ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം TSP അക്കൗണ്ടിൽ നൽകിയിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് 50% അല്ലെങ്കിൽ 75% അല്ലെങ്കിൽ 100% ഓപ്ഷൻ അനുസരിച്ചാണ് സ്വന്തം അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് ശമ്പളവും മറ്റു കാര്യങ്ങളും ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് TSP അക്കൗണ്ടിന്റെ ഇടപാടുകൾ അറിയാനായിട്ട് TSP അക്കൗണ്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതാണ്. ഇങ്ങനെ ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡ് ലഭിക്കുന്നതാണ്. ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും ആ TSP സൈറ്റിൽ പ്രവേശിച്ച് ട്രഷറിയിൽ നിന്നും ശമ്പളം പാസ്സായിട്ടുണ്ടോ, മറ്റ് ആനുകൂല്യങ്ങൾ പാസ്സായിട്ടുണ്ടോ, അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ, TSP അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ എന്ന് കാണാനായിട്ട് ആ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് TSP സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. അതോടൊപ്പം തന്നെ മുൻകാല ഇടപാടുകൾ അറിയണമെങ്കിൽ, സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ, ബൈ മന്ത് സ്റ്റേറ്റ്മെന്റ്, പ്രീവിയസ് ഇയർ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ വേണമെങ്കിലും TSP ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് ജീവനക്കാർക്ക് ഏത് നിമിഷവും ഈ TSP അക്കൗണ്ട് അല്ലെങ്കിൽ ട്രഷറി വഴി എന്തൊക്കെ ആനുകൂല്യങ്ങൾ എന്തൊക്കെ ലഭ്യമായിട്ടുണ്ടെന്നുള്ളതിന്റെ വ്യക്തമായ ഒരു ചിത്രം കിട്ടുന്നതാണ് TSP ഓൺലൈൻ രജിസ്ട്രേഷൻ. എങ്ങനെയാണ് TSP ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്നത്. TSP ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് സൈറ്റ് അഡ്രസ്സായ tsponline.kerala.gov.in എന്നുള്ള സൈറ്റിൽ പ്രവേശിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വിൻഡോയിൽ TSP ഓൺലൈൻ വെൽക്കം ടു ട്രഷറി സേവിങ്സ് ബാങ്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രഷറീസ് ഗവൺമെന്റ് ഓഫ് കേരള എന്നുള്ള വിൻഡോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ആവശ്യപ്പെടുന്ന ഡേറ്റാസ് എൻ്റർ ചെയ്യുക. ആദ്യം TSP അക്കൗണ്ട് ആ കോളത്തിൽ എൻ്റർ ചെയ്യുക. തുടർന്ന് വലതുവശത്തുള്ള കോളത്തിലും വീണ്ടും TSP അക്കൗണ്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. തുടർന്ന് രണ്ടാമത്തെ കോളത്തിൽ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, അതോടൊപ്പം തന്നെ ലാസ്റ്റ് കോളത്തിൽ നമ്മൾ ഏത് യൂസർ നെയിം ആണോ ഉദ്ദേശിക്കുന്നത് ആ യൂസർ നെയിം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ സ്മോൾ ആൽഫബറ്റ്സ് ആൻഡ് നമ്പേഴ്സ് ഉള്ളി അത് മാത്രം കൊടുത്താൽ മതി, മറ്റ് സിമ്പിൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഡേറ്റാസ് എല്ലാം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കൊടുത്ത ഡീറ്റെയിൽസ് നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ എൻ്റർ ചെയ്ത മൊബൈലിലേക്ക് OTP വരുന്നതാണ്. മൊബൈലിൽ വന്ന OTP നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു സന്ദേശം സ്ക്രീനിൽ കാണാൻ സാധിക്കും, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി. തുടർന്ന് മൊബൈലിലേക്കൊരു പാസ്വേഡ് ലഭിക്കുന്നതാണ്. അങ്ങനെ പാസ്വേഡ് ഉപയോഗിച്ചും യൂസർ നെയിം ഉപയോഗിച്ചും വീണ്ടും നമുക്ക് ഈ സൈറ്റ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇതോടുകൂടി രജിസ്ട്രേഷൻ്റെ നടപടി പൂർണ്ണമാകുന്നതാണ്. TSP ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും മൊബൈലിൽ വന്ന പാസ്വേഡ് ഉപയോഗിച്ച് വീണ്ടും TSP സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി 6 മണിക്കൂറിനുള്ളിലും ട്രഷറി പ്രവർത്തന സമയത്ത് മാത്രമേ പാസ്വേഡ് മൊബൈലിൽ വരികയുള്ളൂ. യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സൈറ്റിൽ കയറുമ്പോൾ സ്ക്രീനിൽ കാണുന്ന രീതിയിൽ നമുക്ക് സൈറ്റ് ഓപ്പണായിട്ട് ലഭ്യമാകുന്നതാണ്. ആദ്യം ആ സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രഷറീസ് TSP ഓൺലൈൻ അക്കൗണ്ടിൻ്റെ പേര് സ്റ്റാർട്ടിങ്ങിൽ കാണും. മധ്യഭാഗത്തായിട്ട് അക്കൗണ്ടിൻ്റെ പേരും അഡ്രസ്സും പിൻകോഡ് ഉൾപ്പെടെയുള്ളത് കാണാനായിട്ട് സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ ഹോം, അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, ബെനിഫിഷ്യറി ഡീറ്റെയിൽസ്, ഫണ്ട് ട്രാൻസ്ഫർ, റിട്ടേൺ അക്കൗണ്ട് കറക്ഷൻ, സെറ്റിങ്സ്, ലോഗൗട്ട്. വലതുവശത്തായിട്ട് എംപ്ലോയി ആണെങ്കിൽ ETSP എന്ന് കാണും, പെൻഷനർ ആണെങ്കിൽ PTSB എന്ന് കാണും. പെൻഷൻ ട്രഷറി സേവിങ്സ് ബാങ്ക്, എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി ട്രഷറി സേവിങ്സ് ബാങ്ക്. അക്കൗണ്ട് നമ്പറും കാണാനായിട്ട് സാധിക്കും. വലതുവശത്തായിട്ട് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ പച്ച ബോക്സിൽ ഷോ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ കാണും.
അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പെൻഷനേഴ്സിൻ്റെ അക്കൗണ്ടിൽ എത്ര എമൗണ്ടാണ് ബാലൻസ് ഉള്ളത് എന്ന് കാണാനായിട്ട് സാധിക്കും. ജീവനക്കാരുടെ ആണെങ്കിൽ ഈ TSP ഓപ്ഷൻ ഷോ ബാലൻസ് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ എത്രയാണ് അക്കൗണ്ടിൽ TSP അക്കൗണ്ടിൽ ബാലൻസ് ഉള്ളതെന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. തുടർന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് ഓരോ മാസത്തെയും അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഇയറിൻ്റെ എടുക്കാനായിട്ട് സാധിക്കും. അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പെൻഷനർ ആണെങ്കിൽ PTSPയും കാണും, ETSPയും കാണും. പിന്നെ ഏത് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് നമുക്ക് വേണ്ടത്, ആ അക്കൗണ്ട് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബൈ പീരീഡ് 1 ഇയർ ആണെങ്കിൽ, അല്ലെങ്കിൽ ബൈ മന്ത് ഈ മാസത്തെ ആണെങ്കിൽ, അല്ലെങ്കിൽ ലാസ്റ്റ് 3 മന്ത്സ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ, ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നതാണ്. തുടർന്ന് രണ്ടാമത്തെ ഓപ്ഷൻ ബെനഫിഷ്യറി ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മൾ ആർക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്. അതുകൂടെ 2 ഓപ്ഷനുണ്ട്, TSP ബെനഫിഷ്യറി ഉണ്ട്, ബാങ്ക് ബെനഫിഷ്യറി ഉണ്ട്. TSP അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ TSP അക്കൗണ്ട് ബെനഫിഷ്യറി സെലക്ട് ചെയ്യുക. അതല്ല ബാങ്ക് ബെനഫിഷ്യറി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാങ്ക് ബെനഫിഷ്യറി സെലക്ട് ചെയ്യുക. അവിടെ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുക്കേണ്ടതാണ്. ബെനഫിഷ്യറി നെയിം, IFSC കോഡ്, ബാങ്ക് നെയിം. ഇനി നമ്മളുടെ പെൻഷൻ എമൗണ്ട് വന്നത് നമ്മളുടെ സ്വന്തം അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ബാങ്ക് ബെനഫിഷ്യറി എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ബെനഫിഷ്യറിയുടെ നെയിം കൊടുക്കുക, IFS കോഡ് കൊടുക്കുക, ബാങ്ക് നെയിം, ബ്രാഞ്ച്, ബെനഫിഷ്യറി അക്കൗണ്ട് നമ്പർ, കൺഫേം അക്കൗണ്ട് നമ്പർ, ട്രാൻസ്ഫർ ലിമിറ്റ്, ട്രാൻസാക്ഷൻ പാസ്വേഡ്. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ അവിടെ താഴെ ഒരു ഓപ്ഷനുണ്ട്, ആഡ് ബെനഫിഷ്യറി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്, ഫണ്ട് ട്രാൻസ്ഫർ. ആ ഫണ്ട് ട്രാൻസ്ഫർ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ബാങ്കിലേക്കാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനായ ബാങ്ക് ട്രാൻസാക്ഷൻ എന്നുള്ളത് വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു, എമൗണ്ട് വരുന്നു, എമൗണ്ട് ഇൻ വേർഡ്സ് ഓട്ടോ ഫില്ലായിട്ട് അവിടെ ഫില്ല് ചെയ്യും. ഒരു ദിവസം അവിടെ കാണിച്ചിട്ടുണ്ട് ഡെയിലി ട്രാൻസാക്ഷൻ ലിമിറ്റ് ഈസ് 5 lakhs എന്ന് കാണിച്ചിട്ടുണ്ട്. റിമാർക്സ് കോളത്തിൽ കൊടുക്കുക. സെലക്ട് ബെനഫിഷ്യറി, അല്പം മുമ്പ് നമ്മൾ ബെനഫിഷ്യറി ഡീറ്റെയിൽസിൽ കൊടുത്ത ആ ലിസ്റ്റ്, എത്ര പേരുടെയാണോ നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ലിസ്റ്റ് ഔട്ട് അവിടെ ചെയ്തു വരും. അത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതാണ്. പേയ്മെൻറ്റ് ഓപ്ഷൻ എന്നുള്ള പേ നൗ എന്ന് കൊടുക്കുക. വീണ്ടും ട്രാൻസാക്ഷൻ പാസ്വേഡ് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് നെക്സ്റ്റ് അടിച്ചു കഴിയുമ്പോൾ അവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആകുന്നതാണ്. പൈസ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയോ ഇല്ലയോ എന്നറിയാൻ വീണ്ടും നമുക്ക് ഹോം പേജിൽ വന്ന് അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ ഹോം പേജിൽ വരുമ്പോൾ നമുക്ക് ബാലൻസ് കോളം കാണാൻ സാധിക്കും. ഇല്ല എങ്കിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ വന്ന് പ്രസൻറ്റ് മന്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിയുമ്പോൾ പൈസ നമ്മളുടെ ബാങ്കിലെ അക്കൗണ്ടിലേക്ക് പോയോ ഇല്ലയോ എന്നുള്ളത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഏറെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് TSP ഓൺലൈൻ രജിസ്ട്രേഷൻ. പെൻഷൻകാർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ തൻ്റെ പെൻഷൻ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പൈസ ട്രഷറിയിൽ പോകാതെ തന്നെ നേരെ സ്വന്തം അക്കൗണ്ടുള്ള ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും തുടർന്ന് ബാങ്കിൻ്റെ വിവിധ തരത്തിലുള്ള വിനിമയ മാർഗത്തിലൂടെ പണമിടപാടുകൾ സുതാര്യമാക്കി ചെയ്യാനായിട്ടും സാധിക്കും. അതുകൊണ്ട് ഇതുവരെയും രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത എല്ലാ ജീവനക്കാരും പെൻഷൻകാരും TSP ഓൺലൈൻ രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ്. താങ്ക് യു.